ആ കിട്ടിക്കഴിഞ്ഞാൽ കാണാം. ആ ഇടത്തരം ഉള്ളൊരു കണ്ണമീനും കൊണ്ട് മൂപ്പര് വന്നിരിക്കണേ. നിങ്ങള് ഇടയ്ക്കിടയ്ക്ക് വരില്ലേ അങ്ങോട്ട്? ആ നമ്മളിന്ന് ഈ കാണുന്ന ചൂണ്ട വെച്ചിട്ട് ഇതാ കണ്ട ബാക്കില് കാണാണ്ട ബാക്കിൽ കാണുന്ന തോട്ടില് മീൻ കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നിരിക്കാണ് കേട്ടാ. അപ്പൊ നമ്മൾ തോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. നമ്മുടെ ബാക്കിൽ ഫുള്ള് തോടാണ്. നമുക്കിനി അവിടെ പോയിട്ട് ഇട്ട് നോക്കാം, മീൻ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് പോയിട്ട് നോക്കാം. അവിടെ അതാ കാണുന്ന അപ്പുറത്ത് കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ഇവിടെ മീനുണ്ടോന്ന് അറിയില്ല. ഇവിടെ കുറച്ച് വലയൊക്കെ ഇടുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ മീൻ കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മുടെ ചെറിയ ചൂണ്ടായതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് പോയിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഇട്ട് നോക്കാം, മീൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സ്ഥലം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. പാലക്കാട് ഇതാണ്ടാ ഫുള്ള് പാടമാണ്. പാടത്തിൻ്റെ നടുവാണ് ഈ ഒരു തോട് പോണ്. നിറയെ മീനുണ്ട് ഇതിൽ ഇഷ്ടം പോലെ. ഈ സൈഡും മൊത്തം എല്ലാവിടെയും പാടമാണ്. അതിൽ മീനൊക്കെ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് അവിടെ പറ്റി ചോദിച്ചു നോക്കാം അതിൻ്റെ അടുത്ത് കാര്യത്തിൽ മീൻ കിട്ടിയല്ലേന്ന്. മീൻ കിട്ടിയ വല്ലോ? കിട്ടേ ഉള്ളൂ? ഇത് ഒരു ചാനല്, യൂട്യൂബ് ചാനലിലൂടെ അപ്പോൾ ഇപ്പോൾ ഇട്ടിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയാൽ ചിലപ്പോൾ ഇതിലൊക്കെ കുറേ മീനുണ്ടാവും. കിട്ടുകയാണെങ്കിൽ നമുക്കത് വീഡിയോയിൽ നമ്മൾ കാണിക്കാം. നമ്മൾ ഇപ്പോൾ ചൂണ്ടിടാൻ പോകുന്നത് ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് ദൂരം കൂടി അങ്ങോട്ട് നടന്നു പോയിട്ട് കുറച്ച് അപ്പുറത്ത് പോയിട്ട് നമ്മൾ ചൂണ്ട ഇട്ട് നോക്കാം. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് മീൻ ചാടി വരും. പിന്നെ എന്തെങ്കിലും മീൻ കിട്ടുമോ എന്താണെന്ന് നോക്കാം. കുറച്ച് ദൂരം കൂടെ പോയിട്ട് ആ തെങ്ങിൻ്റെ അവിടെ ഇട്ട് നോക്കാം. കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ കുറച്ച് മീനുകളൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം. നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് ഈ കവറിൽ കുറച്ച് മൈദാമാവുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മൈദാമാവുണ്ട്. കണ്ടില്ലേ? ഈ മൈദാമാവ് നമ്മൾ ഈ ചൂണ്ടയിൽ ഇതിൻ്റെ അവിടെയുള്ള കൊക്കിയിൽ ഈ മൈദാമാവിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് അതിനെ കോർത്തിട്ടാണ് നമ്മൾ ഇട്ട് നോക്കുന്നത്. നമുക്ക് ഇതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ താഴേക്ക് ഇതിൽ കൂടെ താഴേക്ക് ഇറങ്ങിയിട്ട് കണ്ടില്ലേ അവിടെ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ പോയിട്ട് മിക്സ് ചെയ്തിട്ട് ആ മൈദാമാവെന്ന് കലക്കണം. ആരും ഇറങ്ങിയിട്ടുണ്ട് വെള്ളം എടുക്കാൻ. ഈ ബോട്ടലിൻ്റെ വെള്ളം എടുക്കാം. ചോളത്ത് നമുക്ക് നേരെ മേലെ പോയിട്ട് അത് മിക്സ് ചെയ്യാം. അപ്പോൾ കൊണ്ടുവന്ന വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ മിക്സ് ചെയ്യാം. ഞാൻ ഒരു കയ്യിൽ വീഡിയോ പിടിക്കുക, ഒരു കയ്യിൽ ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടില്ല. ഞാൻ ഒരു കയ്യിൽ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കറക്റ്റായി കിട്ടില്ല. അപ്പം ഇങ്ങനെ ഇളക്കിയിട്ട് ഇതിനൊരു ബോൾ പോലെ ആക്കി എടുക്കാം. ഇതിനിങ്ങനെ ബോൾ പോലെ ആക്കി എടുത്തിട്ട് ചൂണ്ടയിൽ ആക്കണത് ഞാൻ ചെയ്തുതരാം. അപ്പോൾ പിന്നെ ബോളാക്കിയിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതിനെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതിന് ഇത്തിരി എടുത്തിട്ട് കുറച്ചെടുക്കുക, അത്ര മതി. ഇത് നമ്മൾ ഈ ചൂണ്ടയിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യണം. വലിയ മീനിന് തിന്നാനുള്ള അത്രയ്ക്ക് ഫുള്ളാക്കിയിട്ട് കൊടുക്കുക. ചിലപ്പോൾ വലിയ മീനൊക്കെ ആണെങ്കിൽ അങ്ങനെ ഫുള്ളായിട്ട് കടിച്ചു പോകും.
നമ്മളതിനെ ഇങ്ങനെ ഉരുണ്ടയാക്കിയിട്ട് കണ്ടില്ലേ ഇങ്ങനെ സെറ്റാക്കി വെക്കുക. അങ്ങനെ ഇട്ടിട്ടുണ്ട്. കൊക്കി ഫുള്ള് കവർ ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ അടുത്ത വെള്ളത്തിൽ ഇടുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതേപോലെ അതിൻ്റെ കൊക്കിയിൽ ഫുള്ളാക്കിയിട്ട് ഈ ചൂണ്ടനെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വെച്ചിട്ട് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൊത്തം എന്ത് ചെയ്യുക, അടുത്ത് വിട്ടിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ താഴെ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ 1 മണിക്കൂറാവും, ചിലപ്പോൾ 2 മണിക്കൂറാവും, പറയാൻ പറ്റില്ല. ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കണം, വല്ല മീനോ കാര്യങ്ങളോ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കണം. അപ്പോൾ തൽക്കാലം ഇങ്ങനെ നിന്നിട്ട് നമുക്ക് ഇവിടെ വച്ചിട്ട് പോവുകയാണെങ്കിൽ ഈ സാധനം അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, ആ കോല്. അപ്പോൾ നമ്മൾ പോയി വലിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് നോക്കാം എന്താ സംഭവം എന്ന്. ഈ സ്ഥലം പറഞ്ഞാലേ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര നല്ല രസമാണ്. ഇവിടെ ഫുള്ള് പാടവും കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം പോകാനൊക്കെ നല്ല രസമാണ്. ചൂണ്ടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. വെയിലുണ്ട് കുറച്ച് ചെറുതായിട്ട്, എന്നാലും ഇവിടെ നല്ല രസമാണ്. ഫുള്ള് പാടങ്ങൾ, കൃഷിയാണ്, നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ള സ്ഥലമാണ്. ഫുള്ള് കൃഷിയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ സൈഡ് നോക്കി ആ സൈഡ് കാണാത്തത്രയും രീതിയിലുള്ള നെൽകൃഷിയും പാടങ്ങൾ. അതിൻ്റെ നടുവിലായിട്ടാണ് ഈ തോട് വരുന്നത്. മീനൊക്കെ ഉണ്ട്, നമ്മൾ കുറേയൊക്കെ പിടിക്കും മീനൊക്കെ. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണ്. ഇത് ഇനിയിപ്പോൾ കുറച്ചും കൂടെ കഴിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളമൊക്കെ ഒരു ചെറിയ തോതിൽ വറ്റും. അപ്പോൾ അങ്ങനെ വറ്റുമ്പോൾ നമ്മൾ മോട്ടറും കാര്യങ്ങളൊക്കെ ഓരോരോ സൈഡ് വെച്ച് മോട്ടറൊക്കെ അടിച്ചിട്ട് ഇതിൽ നിന്ന് കുറേ മീനൊക്കെ പിടിക്കണം. നമ്മൾ കൂട്ടുകാരന്മാരും പിള്ളേരൊക്കെ ഫുള്ള് ഇവിടെ മീനൊക്കെ പിടിക്കും. നമ്മളൊന്ന് ഫ്രീ ആയി പുറത്ത് ചൂണ്ട എടുത്തിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. വൈകുന്നേരത്തൊക്കെ ഇങ്ങനെ വന്നിവിടെ നടക്കാനൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ തോടും പുഴകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിലായി കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് എങ്ങനെ പിടിക്കണ രീതി, മീൻ പിടിക്കണ രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അതൊന്ന് കമൻറ്റ് ചെയ്യുക. അവരവിടെ വലയൊക്കെ ഇട്ടിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ കഴിഞ്ഞിട്ട് പോയിട്ട് നമുക്ക് നോക്കാം. മീൻ എന്തെങ്കിലും കിട്ടി വന്നാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ കയ്യിലും ചൂണ്ടയിൽ എന്തെങ്കിലും മീൻ കിട്ടിയാലും അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു ഏട്ടൻ വലിയൊരു ചൂണ്ട എടുത്തിട്ട് കടലിലൊക്കെ ഇടുന്ന ചൂണ്ട എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മീൻ കിട്ടുകയാണെങ്കിൽ നമ്മളെ ഈ ചാനലിലൂടെ കാണിക്കുന്നതായിരിക്കും. മൂപ്പര് കിട്ടിയ മീൻ മൂപ്പര് പറയാ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മീൻ പറയുന്നത് വെള്ളം കമ്മിയാണ്, കലങ്ങി അടിച്ചിരിക്കുന്നോണ്ട്. അല്ല, വെള്ളം കുറച്ച് കൂടുതലാണ് അല്ലേ? വെള്ളം കമ്മിയാണ്. വെള്ളം കൂടുതലാണ് പറഞ്ഞാൽ പിന്നെ മീൻ കിട്ടും, അടിക്കാൻ ചാൻസ് കൂടുതൽ. വെള്ളം കലങ്ങി പറഞ്ഞിട്ട് ഓളെല്ലാം കയറിക്കുന്നുണ്ട്. ടൈമിൽ മീൻ കമ്മിയാണ്. എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ പറയാൻ മറക്കണ്ടോ, ഞാൻ അതവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ചെറിയൊരു ചൂണ്ട അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടേ. അപ്പൊ അതിൽ വല്ലതും കിട്ടുമോ നോക്കാൻ വേണ്ടിട്ട്. അതെ അല്ലേ? അപ്പൊ മീനൊക്കെ ഇപ്പൊ വൈകുന്നേരം അല്ലേ, റെസ്റ്റ് എടുക്കണ്ടാവും. അതെ. നിങ്ങൾ എന്തായാലും ഒരു റൗണ്ട് പോയിട്ട് വരും. അപ്പോഴേക്ക് ഞാൻ ബാക്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ. കിട്ടിക്കഴിഞ്ഞാൽ കാണാം. നമ്മളിപ്പോൾ ചൂണ്ട ഇട്ടിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് ചൂണ്ടയുണ്ട്, അപ്പുറത്ത് ചൂണ്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂണ്ട ഇട്ടിട്ട് ഇരിക്കണേ കുറേ നേരമായി. ഇപ്പോൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ മീനൊന്നും 2 പ്രാവശ്യം മാറ്റിയിട്ടു മീനൊന്നും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും കുറച്ച് നേരം കൊണ്ട് നമുക്ക് നോക്കാം, ശ്രമിച്ച് നോക്കാം. ചിലപ്പോൾ നേരം കിട്ടും എന്നാണ് നോക്കാം. നമ്മുടെ ചൂണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളകുണ്ടായിരുന്നു. നമ്മൾ അതിനെ വലിച്ചു നോക്കാൻ വേണ്ടി പോകണം. നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
അതിനെ ഇതവിടെ കുടുങ്ങിയിരിക്കണം. ചൂണ്ട അവിടെ കുടുങ്ങി കിടക്കണം, വലിച്ചിട്ട് വരുന്നില്ല. അവിടെ കുടുങ്ങി എന്തോ പെട്ടിട്ടുണ്ട്. ആ മീൻ 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 വിട്ടിട്ടുണ്ട്, മീൻ വിട്ടിട്ടുണ്ട്, മീൻ വിട്ടിട്ടുണ്ട്. എന്താ എന്താ കണ്ടില്ലേ മീന് മീൻ പോയിട്ട് അതിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഇടയിൽ പോയിട്ട് കുടുങ്ങി കിടക്കുന്നത്. ആ അവിടെ ഉണ്ട്. ചെറിയൊരു മീൻ, ഒരുപാട് വലുതല്ല, ചെറുതാണ്. ഒരു ചെറിയ കെട്ടിയുണ്ട്, പാവം മീന്. ഇതിന് നമ്മളൊരിക്കലും കറി വെക്കണില്ല, ഇതിന് നല്ല മുളകൊക്കെ ഇട്ടിട്ട് വറുക്കാൻ പോവാണ്. കറി വെക്കില്ല, ചെറുതല്ലേ, അതുകൊണ്ട് നമ്മൾ വറുക്കും. ഇപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് കുറച്ചും കൂടെ കലക്കിയിട്ട് ഒന്നും കൂടി ഇട്ട് നോക്കാം. കറി വെക്കണം, ചെറിയ മീൻ. ഇത് നമ്മുടെ നാട്ടിൽ കണ്ണമീൻ പറയും, ചൊടിയൻ, കണ്ണമീൻ. പിന്നെ ഓരോ ജില്ലകളിലൊക്കെ വരാല് അങ്ങനെയൊക്കെ പറയുന്ന മീനാണ്. അത് തിന്നിട്ടുണ്ട്, കറക്റ്റ് കുടുങ്ങി കിടക്കണ്ടായിരുന്നു. ഇതിനെ അതിൽ നിന്ന് എടുക്കണം, ചെറുതാണ്, ഒരു കൈയിൻ്റെ അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും വന്നതിനൊരു മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഒന്നും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്, വേറെ എന്തെങ്കിലും തടയോന്നോ നമുക്ക് നോക്കാം. എന്നാലും വെയിൽ കൊണ്ട് കുറച്ച് നേരം ഇരുന്നതിനൊരു മീൻ കിട്ടിയിട്ടുണ്ട്. സമയം ഇപ്പോൾ വൈകുന്നേരം, രാത്രി ആവാറായി. സൂര്യനൊക്കെ പോയി ഒരു ഓരത്തെത്തി. അപ്പോൾ നല്ല രസമുണ്ട് അവിടെ, വെയിലും കാറ്റൊന്നും ഇല്ല, നല്ല കാറ്റും തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട് നല്ല രസമാണ്. നമ്മുടെ ആ മറ്റേ വലിയ ചൂണ്ടയും കൊണ്ട് പോയ ആള് അതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ അത് കാണാൻ പറ്റുന്നോന്നറിയില്ല. ആ ഓരത്തുണ്ട്, അവിടെ നിന്ന് മൂപ്പര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ആ വലിയ ഏറ് ചൂണ്ടയായിട്ട് പോയ ആൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. മൂപ്പർക്ക് എന്തെങ്കിലും കിട്ടിയോന്നറിയില്ല, എന്തോ കയ്യിലുണ്ട് തോന്നുന്നു, ചെറിയൊരു മീൻ കിട്ടിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. മൂപ്പര് അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. നമുക്കിവിടെ എത്തുമ്പോൾ നോക്കാം, മൂപ്പർക്ക് കിട്ടിയോന്ന് ചോദിക്കാം മൂപ്പൻ്റെ അടുത്ത് അവിടെ നിന്നിട്ട്. അപ്പോൾ മൂപ്പര് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൂപ്പർക്ക് എന്തോ അവിടെ നിന്ന് വരുമ്പോഴത്തേനും മൂപ്പർക്ക് കിട്ടിയിട്ട് ചോദിക്കാം. നമുക്ക് മൂപ്പൻ്റെ അടുത്ത് ചോദിക്കാം എന്താ കിട്ടിയെന്ന്. എന്താ മീൻ കിട്ടിയാ? ആ അടിപൊളി. ഒരു മൂപ്പർക്കൊരു കണ്ണമീൻ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് മൂപ്പര് ഒരുപാട് ദൂരം നടന്നു പോയി, ആ കഥാ കാണുന്ന അതുവരെ പാവം കഷ്ടപ്പെട്ട് ഇവിടുന്ന് പോയതാണ്. അപ്പോൾ അതുവരെ പോയിട്ട് ചെറിയൊരു ചെറുത് ഒരു അത്യാവശ്യൻ്റെ ഇടത്തരം ഉള്ളൊരു കണ്ണമീനും കൊണ്ട് മൂപ്പര് വന്നിരിക്കണേ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരില്ലേ അങ്ങോട്ട്? അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് മൂപ്പര് വരാണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ട്. അപ്പൊ ഇവിടെ ഇഷ്ടം പോലെ മീനൊക്കെ ഉണ്ട്, നല്ല പോലെ ചൂണ്ടയൊക്കെ ഇടാൻ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാല് എന്തായാലും മീനൊക്കെ പിടിക്കാം. ഇതൊന്ന് താഴെ വയ്ക്കൊന്ന്. നമുക്കെന്റെ ചൂണ്ടയും കാര്യങ്ങളൊക്കെയാണ്. ഇത് എത്രയാണ് ഇതിന്? ഇതിന്റെ നോർമൽ സൈസ് ഇതിന് അല്ലേ? ഈ ചൂണ്ടന്റെ എല്ലാം കൂടിയിട്ട് ഇതിനിപ്പോ 5000 രൂപയെന്നാണ് പറഞ്ഞത്. അതെ അല്ലേ? റോഡ് വന്നിട്ട് ഫിഷ് ഹോൾഡിന്റെ ഹണ്ട്. അതെ അല്ലേ? ബ്രൈഡ് ബ്രാവോ ഇറ്റക്സ് അടിച്ചിരിക്കുന്ന ഫ്രോഗ് വന്നിട്ട് നമ്മുടെ ബ്രാവോയുടെ മോൺസ്റ്റാർ. അതെ അല്ലേ? പക്ക ഹുക്കപ്പാണ്. നല്ല ഹുക്കപ്പാണ്. ഇതിൽ ഒരുപാട് മീൻ കയറ്റിയിട്ടുണ്ട്. ശരി ശരി. മൂപ്പര് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള മീൻപിടുത്തത്തിന്റെ ആളാണ് തോന്നുന്നുണ്ട്. നമ്മളൊരു കുഞ്ഞു ചൂണ്ട എടുത്തിട്ടാ വന്നേ. മൂപ്പര് നല്ല അടിപൊളി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളാണ്. അപ്പൊ വന്നതിന് മൂപ്പര് കുഴപ്പമില്ല, അതിന്റെ അത്യാവശ്യം ചെറിയൊരു മീന്, ചെറുതൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യത്തില് വലിപ്പമുള്ള ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അതെ അല്ലെ? റാഡിന്റെ സൈസിനുള്ളത് കിട്ടിയിട്ടുണ്ട്.
ഞങ്ങൾ കിട്ടിയപ്പോ നിങ്ങൾക്ക് അതെ അല്ലേ കാണിക്കാവുന്ന അങ്ങനെ ശരി ശരി റിമൂവ് ഓ ചെയ്തു ശരി ശരി പാക്ക് ചെയ്യട്ടെ. ഓക്കെ എന്നാല് നമ്മൾ അതും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകാൻ പോകണം. അപ്പോൾ അതിന് നമുക്ക് വർക്കാൻ വേണ്ടിയിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള സംഭവം അവിടെ വെച്ച് നോക്കാം.